ഹായ് കുടുംബശ്രീ ശാരദയുടെ ഇന്നത്തെ സൺഡേ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പം നമ്മൾ കണ്ടു ഇന്നത്തെ എപ്പിസോഡിനകത്താണെങ്കിൽ കമൽ എന്താണ് ശാന്തയെ വിളിച്ച് ഫോൺ വയ്ക്കുവാണ്. അപ്പോൾ ശാന്ത ഇത് കേട്ടതും തന്നെ ശാന്ത എന്താണ് ശാലിനിയോട് പോയി പറയുന്നുണ്ട്, ഇങ്ങനെ എന്താണ് വിഷ്ണു ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പം ശാലിനിക്ക് അതനുസരിച്ച് എന്താണ് പ്ലാൻ ചെയ്യാനും അവിടെ നിന്ന് മാറാനുള്ള സൗകര്യം കിട്ടുവാണ്. കാരണം വിഷ്ണു വന്ന് എത്തുമ്പോഴത്തേക്കും എന്താണ് ശാലിനിയെ കാണാൻ വേണ്ടി അവിടെ കളക്ടറെ കാണാൻ വേണ്ടി വന്നിരുന്ന എല്ലാ ജനങ്ങളെയും കൂടെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് എന്താണ് ശാന്ത കൊണ്ടിരുത്തിയിട്ട് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടും അവർക്ക് ദോശയും സാമ്പാറും ഒക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പം ഒരാൾ പറയുന്നത് എനിക്ക് ദോശ തന്നെ വേണ്ട, എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്, ഞങ്ങൾ വന്ന കളക്ടർ മാഡത്തിനെ കാണാനല്ലേ. അപ്പോൾ ശാന്ത പറയുന്നത് ഇപ്പം കാണാൻ പറ്റത്തില്ല, ഇപ്പം ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ശാന്ത അവരെ ഒന്ന് വിരട്ടുന്നുണ്ട്. അപ്പോഴാണ് വിഷ്ണു നേരെ വന്നിറങ്ങുന്നത്. വിഷ്ണു വന്നിറങ്ങുമ്പോഴത്തേക്കും എന്താണ് വിഷ്ണു നോക്കുമ്പോഴത്തേക്കും വീടൊക്കെ ആകെ പുതുക്കി പണിഞ്ഞിരിക്കുവാണ്. കളറ് മാറി പെയിൻറ്റുകളൊക്കെ അടിച്ചിരിക്കുന്നത്, നല്ല ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം വിഷ്ണുവിന് എന്താണ് ഇവിടെ ശാലിനി കാണുമെന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം പക്ഷേ കഥ അടച്ചിട്ടിരിക്കുവാണ്. ശാലിനി എന്താണ് ഇതെല്ലാം തന്നെ ജനലിൻ്റെ മറവിൽ നിന്ന് കർട്ടൻ മാറ്റി ഒളിഞ്ഞു നോക്കുന്നുണ്ട്, വിഷ്ണു വന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഹോട്ടലിനകത്ത് നിന്നോട് തന്നെ ശാന്തയ്ക്ക് എന്താണ് വിഷ്ണു വന്ന് അവിടെ ഇറങ്ങിയത് മനസ്സിലായി. അപ്പം വിഷ്ണുവിനെ വിഷ്ണു മോനോ, ഇത്ര നാളെ ഇങ്ങോട്ടേക്ക് കണ്ടിട്ടേ ഇവിടെ ആരും വന്ന് അന്വേഷിക്കാറില്ല. ഞാനാണ് ഇപ്പം നടത്തുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാ മാസവും കിട്ടുന്ന പൈസയുടെ കണക്കൊക്കെ പറഞ്ഞൊന്ന് ഏൽപ്പിക്കാൻ. അല്ല നാളെ പിന്നെ ശാരദാമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും. അതുകൊണ്ട് ഇത് ആരെങ്കിലും ഏൽപ്പിക്കണോ എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒന്ന് മേടിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ എന്താണ് മോനോ അല്ലെങ്കിൽ ഷാരിമോളെക്കുറിച്ച് വല്ല വിവരം അറിഞ്ഞിട്ടുണ്ടോ? ഷാരിമോളെയും രാജീവ് സാറിനെ കുറിച്ചൊന്നും ഒരു വിവരം അറിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ എപ്പോഴും ഉള്ള പ്രാർത്ഥന തന്നെ എന്താണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇവിടെ വരണം എന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ ശാന്ത അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് തകർത്ത് അഭിനയിക്കുവാണ്. അപ്പം വിഷ്ണു ചോദിക്കുന്നത് ശാലിനി വന്നിട്ടുണ്ടോ. അപ്പം ഉടനെ ശാന്ത മൊത്തം പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ വിഷ്ണുവിനോട് ചോദിക്കുക, ശാലിനി മോളെക്കുറിച്ച് വല്ലതും വിവരം അറിഞ്ഞോ മോനെ? എൻ്റെ പ്രാർത്ഥനയിൽ അവരെ കണ്ണി കാണിച്ചറിഞ്ഞെന്ന് പോലും അല്ല, അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടണേ എന്നാണ് ഞാൻ എന്നും ദൈവത്തിനോട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ശാന്ത ഭയങ്കരമായിട്ട് അഭിനയിച്ച് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും വിഷ്ണു സങ്കടമാവുന്നുണ്ട്. പക്ഷേ വിഷ്ണു ചോദിക്കുവാണ്, ഈ വീടിൻ്റെ രൂപമൊക്കെ അങ്ങ് മാറിയല്ലോ, പെയിൻ്റൊക്കെ ചെയ്തിരിക്കുന്നു, പിന്നെന്താണ് പുതിയ ചെടിയൊക്കെ മേടിച്ചിരിക്കുന്നത്. അയ്യോ അത് ഞാനാ ചെയ്തത്. കാരണം ഇവിടുന്ന് കിട്ടുന്ന ലാഭം ഈ വീട്ടിന് ചിലവാക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസാക്ഷി കുത്തുണ്ട്. എൻ്റെ കുടുംബം എന്തായാലും കുറച്ച് നന്നായിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഇവിടെ ചിലവാക്കുന്നതിലേ അതിൻ്റെ ഒരു മര്യാദ. ഞാനാ മേടിച്ച് വെച്ചത്, ഞാൻ ഇതൊക്കെ ഒന്ന് പുതുക്കി പണിഞ്ഞതും എന്നൊക്കെ ശാന്ത പറയുന്നുണ്ട്. അപ്പം വിഷ്ണുവിനോട് ശാന്ത പറയുന്നത് വാ മോനെ കഴിച്ചിട്ട് പോ എന്ന് പറയുന്നത്. അപ്പം എന്താണ് അകത്തിരിക്കുന്നവർ പറയുന്നത് ഞങ്ങളിവിടെ കഴിക്കാൻ വന്നതല്ല. വിഷ്ണു പറയുന്നുണ്ട് അല്ല ഞാൻ കഴിക്കുന്നില്ല, ഞങ്ങളിത് തന്നെ പറഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വന്നതല്ല എന്ന് അകത്ത് പറയുന്നു. പക്ഷേ വിഷ്ണുവിന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ശാന്ത കാരണം കുറച്ചും കൂടെ ആ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്ന് വിഷ്ണുവായിട്ട് സംസാരിക്കുവാണ്. അപ്പം വിഷ്ണുവിന് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല എന്നത് അവിടെ നിന്ന് തന്നെ ഇതൊക്കെ ശാലിനി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വിഷ്ണു വീണ്ടും ശാന്തയുടെ അടുത്ത് എന്താണ് അപ്പം വന്നിട്ടില്ല അല്ലേ എന്നൊന്ന് ഒന്നും കൂടെ കൺഫർമേഷൻ നോക്കുവാണ്. അപ്പോൾ ശാന്തയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചെന്ന് നന്നായിട്ട് അങ്ങ് തകർത്ത് ഫുൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം ശാന്ത പറയുന്നുണ്ട്, മോനി പൈസ മേടിക്കാവോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്ന ലാഭത്തിൻ്റെ കണക്ക് ഞാൻ ഏൽപ്പിക്കുക. അപ്പം വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ഈ പൈസയെക്കാളൊക്കെ വലിയൊരു കാര്യമാണ്, നിങ്ങൾ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. വിഷ്ണു പോകുന്നത് ഉറപ്പാക്കി വിഷ്ണുവിൻ്റെ വണ്ടി അവിടെ നിന്ന് തിരിഞ്ഞതിന് ശേഷം മാത്രം ശാലിനി എന്താണ് പുറത്തിറങ്ങി വരുന്നു. ശാരദാമ്മ വന്ന് ചോദിക്കുന്നു പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ശാരദാമ്മ എന്താണ് ശാലിനിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മോളെ നീ കാണിക്കുന്ന ഇത്ര വലിയ മിടുക്കാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഇത് വലിയ ബുദ്ധിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ കിട്ടണേ എന്ന് എല്ലാവരും എന്താണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നിനക്കത് കിട്ടിയിട്ട് നീയാണിപ്പം സത്യത്തിൽ സത്യഭാമയല്ല വിഷ്ണുവിനെ നിന്നിൽ നിന്ന് അകറ്റുന്നത്, നീ തന്നെയാണ് വിഷ്ണുവിനെ നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുന്നു. ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് ശാലിനി നിൽക്കുമ്പം ശാലിനിക്ക് എന്ത് പറയണമെന്ന് ശാലിനിക്ക് അറിയത്തില്ല. കാരണം അമ്മയോട് എതിർത്ത് പറയാൻ ശാലിനിയുടെ കാര്യം ന്യായീകരണം ഒന്നുമേ ഇല്ല. കാരണം അത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ കുറിച്ച് എന്ത് പറയാനാണ്. അപ്പം ബാക്കിയുള്ളവരെല്ലാവരും എന്താണ് ശാലിനി ഇന്ന് കാണാൻ വന്നവർക്ക് ഇന്ന് കാണാൻ പറ്റത്തില്ല എന്ന് ശാന്ത തന്നെ പറയുന്നു. ശാലിനി ആലോചിക്കുന്നു എങ്ങനെയാണ് ശാന്ത വന്ന് തൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം തനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യം കിട്ടിയെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അപ്പം അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഓൾമോസ്റ്റ് റിവ്യൂ. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും സത്യഭാമയുടെ വീട്ടിൽ ശ്യാമ ഇരിക്കുവാണ്. ശ്യാമ എന്തോ മാഗസീൻ വായിക്കുന്നു. അപ്പോഴത്തേക്കും എന്താണ് ശ്യാമയ്ക്കൊരു കോൾ വരുന്നു. എടുക്കുമ്പോഴത്തേക്കും സുസ്മിതയാണ് യഥാർത്ഥത്തിൽ വിളിക്കുന്നത്. പക്ഷേ സുസ്മിത ആരാണെന്ന് പറയുന്നില്ല. ഞാൻ നിങ്ങളറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ നിൻ്റെ കുടുംബജീവിതം തകരുന്ന ഒരു കാര്യം എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എന്താണ് അന്നൊരു ഭയങ്കര മഴയുള്ള ദിവസം ഇടിയും മിന്നലിനെ സാക്ഷി നിർത്തി ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് ഭയങ്കര പേടിയാവുന്നു. അപ്പം സുസ്മിത ശ്യാമയുടെ മുന്നിൽ വയ്ക്കുന്ന ഡിമാൻഡ്
10 ലക്ഷം രൂപ തരണമെന്നാണ് ഡിമാൻഡ് വെക്കുന്നത്. പക്ഷേ ഈ വിളിക്കുന്ന സുസ്മിതയാണെന്ന് ഒരു രീതിയിലും ശ്യാമയ്ക്ക് അറിയത്തില്ല. ആരോ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ശ്യാമയ്ക്ക് മനസ്സിലായത്. കാരണം ഇത് പറഞ്ഞിരിക്കുന്ന 10 ലക്ഷം രൂപ ഈ പറയുന്ന വ്യക്തിയുടെ കുഞ്ഞിൻ്റെ ഒരാവശ്യത്തിനാണെന്നാണ് സുസ്മിത പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. സുസ്മിതയാണെന്ന് ഒരു രീതിയിലും ഇത് ശ്യാമയ്ക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഇനി എന്തായിരിക്കും ശ്യാമയുടെ അടുത്ത നീക്കം എന്നതും ഇതിനകത്തൊരു പ്രധാനമാണ്. കാരണം ഇതെങ്ങനെ കുട്ടികൾ രണ്ടും ശാലിനിയുടെ ആണെന്നൊക്കെ മനസ്സിലാകുമോ എന്നൊക്കെ ഉള്ളത് ഇനി കണ്ടറിയാം. ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രയാണ്, സൺഡേ അപ്ഡേറ്റ്.